എന്റെ അമ്മ കരിമ്പ് വണ്ടിയിലൊക്കെ കരിമ്പ്. ഓ സീന് അത് കലക്കിയില്ലോ, അത് കലക്കിയിടാ. കരിമ്പൻ തോട്ടത്തിന്റെ ഉള്ളിൽ നമുക്ക് താമസിക്കാം. ഓഫ് റോഡ് ആണല്ലേ? ഓക്കെ. കരിമ്പോട്ടത്തിന്റെ ഫാം ഹൗസ് നോക്കി. കരിമ്പന്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ കരിമ്പന്തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ ചേട്ടാ. ഈ സൈഡ് ഒത്തിരി ഒതുക്കരുത്, കേട്ടരുത്. അതൊക്കെ പോയാ വണ്ടി കുഴിയിലിരിക്കും. ആണോ? ഓക്കെ ഓക്കെ. കുഴിയാണല്ലേ? എന്റെ അമ്മ കരിമ്പ് വണ്ടിയിലൊക്കെ കരിമ്പ്. ഓ സീന് അത് കലക്കിയില്ലോ, അത് കലക്കിയിടാ. കരിമ്പൻ തോട്ടത്തിന്റെ ഉള്ളിൽ നമുക്ക് താമസിക്കാം. ക്യാമ്പിംഗ് വണ്ടി കിടക്കുന്നു അവിടെ നോക്കേ. ഓഫ്, കരിമ്പൻ തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ നമ്മളങ്ങനെ ട്രാവൽ ചെയ്തിരിക്കുന്നു. കൊള്ളാല്ലേ? ക്യാമ്പ് ചെയ്യുന്ന വണ്ടി. ഇത് ഏത് ആൾക്കാര്? മഹാരാഷ്ട്ര തന്നെയാണല്ലോ. ഇത് ക്യാമ്പിംഗ് വണ്ടി കേട്ടോ. കൊള്ളാല്ലേ? മേളിലെ ടെന്റ് പോലെയുള്ള മേളിൽ കിടക്കാം. അപ്പൊ നമുക്ക് കിടക്കുവാണെങ്കിൽ പാർക്കിങ്ങിലായിരിക്കും കിടക്കേണ്ടി വരിക. നോക്കട്ടെ എന്താ ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ. എനിക്ക് ഇവിടെ ഫുള്ള് കരിമ്പാട്ടോ, ഫുള്ള്. നമ്മൾ വന്ന ഏരിയ ഫുള്ള് കരിമ്പാ. എനിക്ക് തോന്നിട്ട് റെന്റിന് കൊടുക്കുന്നതാണെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ആവശ്യമുള്ളവർക്കൊക്കെ റെന്റ് എടുക്കാം. ഈ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പണ്ടേ ഇങ്ങനെ നോക്കി വെച്ച സെറ്റപ്പ് ആയത്. നമുക്കൊരു വലിയ വണ്ടിയൊക്കെ എടുക്കുമ്പോ ഇതേപോലെ മേളില് ടെന്റ് സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ തുറന്നു വെച്ചാൽ ഇതിങ്ങനെ തുറക്കുമ്പോണ്ടല്ലോ ഫുൾ ടെന്റ് സെറ്റാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കാൻ എല്ലാത്തിനും പറ്റും. ഒരു കോണി എന്തെങ്കിലും കാണും അവിടെ. അടിപൊളിയല്ലേ? എന്ത് വലിയ വണ്ടി ഇത്? വലിയ വണ്ടി. നമുക്ക് ഡ്രസ്സ് എടുക്കാം. അതെ, ഞങ്ങളപ്പോ ഡ്രസ്സൊക്കെ ഒന്ന് എടുക്കട്ടെ. ഞങ്ങള് കാറി സ്റ്റേ അടിക്കുന്ന പരിപാടി വീണ്ടും ലാഗായി. കാരണം റൂമിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞത്. പിന്നെ മാത്രല്ല പാർക്കിങ്ങിന്റെ അവിടെ ഇതുണ്ടോ, ഭയങ്കര ചെളിയും ബഹളവും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെയാണ്. അപ്പോൾ വാഷ്റൂമിൽ പോകാനൊക്കെ കുറച്ച് ടാസ്ക് ആയിരിക്കും. ഞങ്ങളെ ബാഗ് ഒന്ന് സെറ്റ് ആക്കട്ടെ. വീഡിയോ എടുക്കലും ബാഗ് എടുക്കലും എല്ലാം കൂടി നമുക്ക് പോസിബിൾ ആവില്ല. കാരണം നോക്കിയേ, ഇത്രയും സാധനങ്ങളൊക്കെ ഇപ്പൊ ഒന്ന് സൈഡിലോട്ട് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്തുനിന്ന് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒരു ബാഗിലാക്കിയിട്ട് നമ്മൾ അങ്ങനെയാണ് കൊണ്ടുപോകണത്. സെറ്റ് ആക്കട്ടെ കേട്ടാ. കുഞ്ഞാപ്സ് എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പർ സ്ഥലം, നല്ല കിടില് സൺറൈസ് കാണാൻ പോക്കാം. ഇത് ഫുള്ള് കൃഷി സ്ഥലമാട്ടോ. നമ്മളതിന് കുറേ തക്കാളി കൃഷിയൊക്കെ ഉണ്ട്. ഇത് ഫുള്ള് കരിമ്പാ. എവിടെയാ ചേച്ചി? ഇങ്ങോട്ടായിരിക്കും. സൺറൈസ് എങ്ങനെയുണ്ട്? ചെളിയോട് ചെരുപ്പ് നശിഞ്ഞ്. ഓക്കെ, ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയാണ്. നമ്മളിതൊരു ഫാം ഹൗസിലാണ് നമ്മൾ വന്നേക്കണത്. നിങ്ങളുടെയൊക്കെ ചെരുപ്പിന്റെ അടി കണ്ടോ? ഇതാണ് അവസ്ഥ. കണ്ടോ? അതൊക്കെ എന്ത് ചെരുപ്പിന്റെ അടി. കാല് പറിച്ച് വേണം നിൽക്കാൻ നടക്കാൻ. രാവിലെ തന്നെ വല്ലാത്ത പണി കിട്ടി.
ഇതേപോലെ ഇനി എല്ലാവരുടെയും കാലിൻ്റെ അടി കുത്തിക്കളയണം. സാറയുടെ കാലിൻ്റെ അടിയിൽ കാണിച്ച് നമുക്ക് പൊക്കാൻ പോലും വയ്യ, അത്ര വെയിറ്റാ. ചെളിയല്ലേ ഇത്രയും ഇത് വന്നത് ഇവിടെ വിളവെടുകളാണ്. ഇത് നോക്കി കുണ്ടു കുത്തി വീണോ? കണ്ടങ്ങളില്ലേ, കണ്ടൽപ്പാടങ്ങൾ പോലത്തെ സ്ഥലങ്ങളാ, ചെളിയും അതൊക്കെ അറിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാ, അങ്ങനത്തെ മൂടാണ്. അതുകൊണ്ടാണ് ഇത്രയും അങ്ങനത്തെ ഒരു മണ്ണ. അതുകൊണ്ട് തന്നെ ഈ വിളവൊക്കെ ഇവിടെ കിട്ടണേട്ടാ. എടാ കൊത്തൂടാ, അവര് രണ്ടും കൂടെ മത്സരം. ബാക്ക് പാക്ക് നല്ല രസമാട്ടോ ഇതിൻ്റെ ഉള്ളില്. കാഴ്ച നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്മാവും ചായയും, നല്ല എരിവുള്ള ഉപ്മാവ്. സാറോട് കഴിച്ചോ? അങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? ഓ ചേട്ടനെ ടീഷർട്ട് അങ്ങോട്ട് വെട്ടി തിളവാണല്ലോ, വെട്ടടിച്ചിട്ട്. നിങ്ങൾക്കുള്ള സൂപ്പറാണോടാ? ഇഷ്ടമായോ? ഇഷ്ടായി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് മുളക്കാണ് വേണ്ട, ഇതിരിക്ക് പേവത്ത് വേണ്ട. നല്ല ഫേവറേറ്റ് ആണോ നിന്റെ? ഫേവറേറ്റ് ഒന്നും അവന് വേണ്ട, ഫേവറേറ്റ് ഒക്കെ കളയാനുള്ള. അവിടെ സൂപ്പറാണ്. എനിക്ക് എല്ലാത്തേക്കും സൂപ്പർ ഉപ്മാവ് വേണം. സാറമ്മോട് പറഞ്ഞാൽ ഇവിടുത്തെ ഉപ്മാവ് എനിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, എനിക്ക് വേറെ എന്തെങ്കിലും വേണം. പക്ഷെ അവർക്ക് ഒത്തിരി ഇഷ്ടമായി അല്ലേ? ഇത് തയ്ച്ചിട്ടുണ്ടാവും. ഓ ഇത് കഴിച്ചിട്ടുണ്ട് ഗൈസ്. എടാ നീ ഭീകരനാണല്ലോടാ, ഇപ്പം വളർന്നു വരുന്നൊരു വലിയ വ്ളോഗറാണ് ഗൈസ്. ഇത് മൊത്തം ഈ പറമ്പ് മൊത്തം തക്കാളിയാണ്. ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും ലാസ്റ്റ് വിളവെടുപ്പ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായതൊന്നും അവരെടുത്തില്ല എന്ന് കേട്ടെ. ഇതൊക്കെ വാടി ചീനായിപ്പോയി. ഇപ്പോഴും ഉണ്ടായി കിടക്കണണ്ടില്ലേ? ഉണ്ടായി കിടക്കണം മീൻസ് അത് ചീഞ്ഞൊന്നും പോവാതെ, നശിഞ്ഞൊന്നും പോവാതെ, ചീത്തയിൽ പോവാതെ ഏറ്റത്തോട്ടൊക്കെ ഉണ്ടട്ടോ. നീ വീട്ടിൽ കൊണ്ടാ ഇതൊന്നും അതിന്റെ കയ്യിൽ നോക്കിയേ. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം കേട്ടോ. അങ്ങനെ കിടക്കല്ലേ, ഇവരവിടെ ക്ലീൻ ആക്കിയിട്ടേക്കണ് ഇവിടെ കിടക്കാനൊക്കെ വേണ്ടി. ഇത് കണ്ടോ, തിയേറ്ററൊക്കെ ഉണ്ട് കേട്ടോ, മിനി തിയേറ്ററാണേ. അതിൻ്റെ അകത്ത് ചെറിയൊരു റെസ്റ്റോറൻറ്റും പിന്നെ റെസ്റ്റ് ഏരിയയും അങ്ങനത്തെ രീതിയിലൊക്കെ നല്ല രസമാണ്. ഇത് ഈ വഴി കൂടെ നടന്നാൽ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോകുന്നത്. പക്ക ഫാം സ്റ്റേ ആണിത്. അര തന്നെ അല്ലേ? താറാവോ? ഇതിലോ അവിടെ അഴുക്കാവും ചേച്ചി. താറാവിന് രണ്ടോ രണ്ടോ ചൂടുവെള്ളത്തിൻ്റെ സെറ്റപ്പ് ഉണ്ടാ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇവർ അടിയിൽ തീ കൊടുത്ത് കത്തിക്കും. എന്നിട്ട് ഈ മുകളിൽ ഈ ചെറിയ ഹോള് കണ്ടോ, ഈ ഹോളിൽ കൂടി ഇവർ ഇവിടെ നിന്നെടുത്ത് വിറക് ഇട്ടിട്ട് സെറ്റാക്കും. എന്നിട്ട് ഇവിടെ ഇതിൽ കൂടി വെള്ളം കൊടുക്കും ഇവർ. അപ്പുറത്ത് കൂടി വെള്ളം ഇങ്ങനെ വന്നോണ്ടേ ആയിരിക്കും. ചെല്ലുമ്പോ അറിയാം, ഒന്ന് കഴുകി അറിയാം എന്തൊക്കെയാണ്. നോക്കിയ വണ്ടിയുടെ കോലം നോക്കി, എൻ്റെ അമ്മേ സുഭാഷ് ആയിട്ടുണ്ട്. നേരത്തെ നനഞ്ഞു കിടന്നപ്പോ ഇത്രയും പ്രശ്നമില്ലായിരുന്നല്ലോ. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. കണ്ടോ ചെളിക്കുണ്ടിലൂടെയുള്ള യാത്ര. വൈബിലങ്ങ് പുറത്തിറങ്ങിയാ മതി. മെതുവാ പോവാ, നല്ല ചെളിയാ. അയ്യോ ഗ്ലാസ് കയറ്റിടുന്നായിരിക്കും നല്ലതേ. ചെളി നിറച്ച്. എന്താണ് ഇവിടുന്ന് വന്നത്? ബാഗ് ഇളകിയപ്പോ കൊച്ചിന്റെ ബാഗിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ താഴെ വീണു. പണിയാണ്, കാരണം ചെളിയാണ്, നമ്മൾ പെടും. ഓ ടയറൊക്കെ ചെളിയിലാട്ടാ. ഞാൻ കാണിച്ചാലേ എങ്ങനെ ഉണ്ട്.
എന്റെ അമ്മ ചെളിയാണ്. അയ്യോ വണ്ടി പോണ നോക്ക് നോക്കിയേ. ഗ്ലാസ് അടച്ചിട്ടില്ലെങ്കിലേ എല്ലാം നമ്മുടെ അയ്യോ അയ്യോ എന്താ അയ്യോ ഇവരെന്താ നിർത്തിയത്? എന്താ എന്താ മുമ്പിൽ എന്തെങ്കിലും പോകുന്നുണ്ടോ മിക്കവാറും? എന്താ പറ്റിയാലയാ? ബാഗ് എടുക്കാൻ മറന്നു അവര് വിളിച്ചോ. എന്നാ ഒരു കാര്യം ചെയ്യും, ഞങ്ങളൊന്ന് പുറത്തിറക്ക്. പണി കിട്ടി. എന്തോ ബാഗ് എടുക്കാൻ മറന്നു പോയെന്ന്. സുഹൃത്തെ പൊളി പൊളി, അത് കൊള്ളാം അല്ലേ? അവര് നല്ല സപ്പോർട്ടാട്ടാ, നല്ല ആൾക്കാരുമാണ്. ഓളത്തേക്ക ചെളി നോക്കിയേ. അങ്ങനെ ഓവർ സ്പീഡ് കൊടുത്തതിനല്ലേ നമ്മളിവിടെ കിടന്ന് കറങ്ങും ടയർ. ഒരു ഓളത്തിന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോണം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി കേറി വന്ന വഴി. ഇത് നോക്കി, ഇതാട്ടാ സ്ഥലം. എല്ലാരും നമ്പറൊക്കെ നോക്കി വെച്ചോ, പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് ഓർമ്മ അടിച്ചു വെച്ചോ. അതെ അഫോർഡബിൾ റേറ്റ്. ഞങ്ങൾക്കിപ്പോ ഇത്രയും പേര് ഒരു റൂമിലാണ്ടായിരുന്ന ഒരു റൂമും ബ്രേക്ക്ഫാസ്റ്റും കൂടി ആയിട്ട് നമുക്ക് വന്നത് 1200 രൂപ. അത്ര ആയിട്ടുള്ളു. എന്താണ് നമ്മുടെ വണ്ടി ഇപ്പൊ ഇറങ്ങി വന്നപ്പോ ഉള്ള കോലൊന്നും നോക്കട്ടെ കേട്ടാ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കാണാനായിട്ട്. ടയറാണൊന്ന് നോക്കേണ്ടത്. വലിയ സീനില്ലാട്ടാ. അത് സീനില്ല. വെള്ളത്തിലേക്ക് ഇറക്കിയപ്പോ ചെളിയൊക്കെ അങ്ങോട്ട് പോയി. അയ്യോ ചെളിയിലൊക്കെ കോലം നോക്കി, അട്ട ചെളി. അയ്യോ അടിയിലൊക്കെ ചെളിയാണ്. ഓട്ടത്തിൽ റെഡി ആവുമായിരിക്കോട്ടെ. ഇത് നോക്കി, ഡസ്റൂട്ടൻ പിന്നെ പുലിയാട്ടാ, സീനൊന്നുമില്ല. എങ്ങനെയും കയറിപ്പോരും. എടാ കണ്ണാപ്പി, ഇടി കുഞ്ഞാപ്പി ഓക്കെ അല്ലേ? നീ വന്നണ്ടാ വണ്ടിയിലേക്ക്? അങ്ങാട് വന്നണ്ടാ? സ്പ്രേയാ? ആ വണ്ടിയിൽ മണമൊന്നുമില്ല. ഇല്ല മണമൊന്നുമില്ല വണ്ടിയിൽ. വന്നണ്ടാ എന്നാ ബാ. ബാഗ് എടുക്കാൻ പറഞ്ഞു. ലാപ്ടോപ്പ് ബാഗായിരുന്നാ? അയ്യോ താങ്ക് യു. അല്ല എന്റെ ലാപ്പിന്റെ ബാഗ് ഇതെവിടെ ചേച്ചി? അവർക്ക് കൊടുത്തേക്കണാ റിസപ്ഷനിലൊക്കെ വെച്ച്. അതവിടെ വെച്ചിട്ട് പോകുന്നത്. ഇതിന് വലിയ ചെളിയൊന്നും പിടിക്കാത്ത മൂടാട്ടോ. ഈ കളറായോണ്ട് കുഴപ്പമില്ല. അതാണ് കാണാൻ പറ്റില്ല. സേറാനെ പൊക്കിയിട്ടുണ്ട്. ചെരുപ്പ് എടുക്കോ? അവ സേറാൻ നമ്മുടെ വണ്ടിയിലേക്ക് കേട്ടാണ്. യെസ് അടുത്തവനെ പൊക്കി. അപ്പൊ ഞങ്ങള് നോയിക്കുണ്ടെ പൊക്കിയിട്ടുണ്ട്. എന്നല്ലട്ടാ നിങ്ങളാണ് പറഞ്ഞത്. പിള്ളേരുടെ മൈൻഡൊക്കെ ഒന്ന് മാറ്റട്ടെ. അടിപൊളി. ഇവിടെ അമ്മണ്ട്, ഇവിടെ പറ്റുണ്ട്. കൈ മറ്റേ ക്യാമറ എന്നല്ല പറ്റുന്ന കാണാൻ പറ്റുള്ളൂ. ചേച്ചീനെ കാണിച്ചു കൊടുക്കും. ചേച്ചീനെ ചേച്ചി ഇവിടെ ഇറങ്ങുവാണ്. ഞാൻ മാത്രം ഇവിടെ ഒക്കെയാണ്. ഡോഗ് വരുന്നുണ്ട്. ഡോഗ് 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 വരുന്നുണ്ട്. ഇവിടെ തിടിയുണ്ട്. തിളി ജിബി ഉണ്ട് ഇവിടെ. ഗായ്സ് ഇവിടെ ജിബി ഉണ്ട്. അങ്ങനെ ഇങ്ങനെ പിടിക്കും. ഇവിടെ ഇതുണ്ട്.
guys, yeah. അയ്യോ എന്ത് കണ്ണില് കുടിയായിട്ട് എനിക്ക് ആരെങ്കിലും കണ്ണാട് വീഴ്ച തരാമോ ടൈറ്റ് അയ്യോ എന്ത് ഇവിടെ ഒറ്റ പൊടിയാണ് നമ്മുടെ ഇന്നാളെ പോയതാണ് ആ കുഞ്ഞിതാവുമ്പം പൊടിയാണ് കണ്ണാടി ഗൈസ് അപ്പൊ നമ്മള് നമ്മുടെ വീണ്ടും ഹൈവേയിലേക്ക് നമ്മള് കണക്ട് ചെയ്യുവാണ് ഗൈസ്. അപ്പൊ നമ്മള് വരുന്ന വഴിക്ക് ഒരു പമ്പിൽ കയറി. അപ്പൊ അളിയനും ചേച്ചി അവിടെ എൻ്റെ വണ്ടിക്ക് പെട്രോൾ ഡീസൽ അടിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 4 കട്ട പറഞ്ഞിട്ടുള്ള. പക്ഷെ അപ്പം നമ്മളും അടിച്ച് കയറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും ദൂരം നമുക്ക് ഓടാം. ഒരുമിച്ച് പിന്നെ നിർത്തിയാൽ മതി ഇത് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം നമ്മളുടെ വണ്ടിയിൽ അടിച്ചോണ്ടിരിക്കണം. നോയിട്ടാ നോയിൻ്റെ കൂടെ ഇരിക്കണ്ട്. സേറാമോളോടെ ഇരിക്കണേ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു പോകണായിരുന്നു. അപ്പോൾ നമ്മളിവിടെ പവറാണ് പെട്രോൾ അടിക്കണത്. നമ്മൾ ഓൾറെഡി ഹാഫ് ടാങ്ക് മുകളിലുണ്ടായി. അപ്പോൾ 111 2 കൂടെ പവറിന്. നമ്മളൊരു തുരങ്കം കയറാൻ പോവാട്ടോ. വലിയ തുരങ്കം ഡോറ് പണിത് വെച്ചേക്കണ പോലെ തുരങ്കത്തിന് ഡോറ് പോലെ. നോക്കി നല്ല രസമുണ്ടല്ലോ. കല്ലും കൊണ്ടല്ലോ ഫുള്ള്. അയ്യോ ഹെഡ്ലൈറ്റ് ഇട്ടെ ഒന്നും കാണുന്നില്ലേ? ലൈറ്റ് ഇട്ടേ. അയ്യോ സീൻ പാറ തുടച്ച് മൊത്തം നോക്കി നമ്മളെ കണ്ടാ. അടിപൊളി നല്ല രസമുണ്ട്. നല്ല മൂഡ് നല്ല വൈബല്ലേ. അതെ വേറൊരു ടൈപ്പ് ഓഫ് സീനാട്ടാ. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പൊ നമ്മുടെ അവിടുത്തെ ടണലൊക്കെ എന്തായിരിക്കും അല്ലേ? അതെ സൈഡൊക്കെ നോക്കിയോ എന്റെ പാറ ലൈറ്റ് ഒക്കെ വെച്ച് നല്ല രസമുണ്ട്. വേറൊരു ഫീല് അല്ലേ? മറ്റേ നമ്മള് മറ്റേ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോണ സീനില്ലേ? ആ സീൻ പോലെ അടിപൊളി വലിയൊരു മല തുറന്നത്. കാരണം മലേനെ പുറത്തേക്ക് നോക്കി ഫുള്ള് പാറയാ. ഓ വേറൊരു സ്ഥലത്തേക്ക് വന്നല്ലേ. വേറൊരു ലോകത്തേക്ക് വന്നാലേ. ഇതുവരെ കണ്ട ഹൈവേയും കാര്യങ്ങളൊന്നും അല്ല ഇപ്പൊ കാണുമ്പോ. ഇനി ചിലപ്പോ വലിയ പണിയൊന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേട്ടാ. പറയാൻ പറ്റില്ല. ഇങ്ങനെ കാണുമ്പോ നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. മലകള് ഓരോന്നോരോന്ന് നമുക്ക് കണ്ടുകൊണ്ട് പോകും. ഫുള്ള് മലകള് തുറന്ന് വഴി ഉണ്ടാക്കിയേക്കണ അവസ്ഥയായിട്ട്. ആടിപ്പൊളിയാണോ? പാലം ബ്രിഡ്ജ്. ഇതൊക്കെ ഒരു ബോള് പോലെ. സന്തോഷം കൊണ്ടാ. എന്തിനാ സന്തോഷിക്കണ? എന്ത് മേടിക്കാൻ പോവാ നമ്മള്? കണ്ണാടി. വേറൊന്നും വേണമെന്ന് ഇവിടുന്ന് പറഞ്ഞേക്കരുത്. ഒള്ളി കണ്ണാടി. ഏത് വേണം നോയിക്കോട്ടെ? ഇത്ര 50 rupees. പിള്ളേരാ അത് മതിയാ? കിട്ടിയോ? വെച്ച് നോക്കിക്കേ ആദ്യം കൊള്ളാമോ ഒന്ന് വെച്ചിട്ട് കാണിച്ചാ നോക്കട്ടെ. നോക്കട്ടെ സൂപ്പർ ആയിരിക്കും. നോക്കട്ടാ വെച്ച് പൊളി വെച്ചാടാ നോക്കട്ടെ. വെച്ച് മര്യാദക്ക് ഒടിച്ച് കളയരുത് ഞാൻ പറഞ്ഞേക്കാം. നോക്കട്ടെ ഇങ്ങോട്ട് നോക്കി. സൂപ്പറാണേ. നോക്കട്ടെ. ഭയങ്കര വലുതല്ലേ സാറാക്ക്? ഇത് ഭയങ്കര തീരെ ചെറുതായി പോലെ. സേറാമോക്കുള്ള ഇതില്ലെന്നൊക്കെയുള്ള പറയണത്. നമ്മൾ ഈ ഹൈവേ പോയപ്പോ കൊച്ചു കണ്ടുപിടിച്ചാട്ടാ. ഇതാട്ടാ ഹൈവേ. ഇത് കാണുന്ന ഈ ഹൈവേ കൂടെ നമ്മളിങ്ങനെ പറന്നുകൊണ്ടിരിക്കണത്. നല്ല രസമുണ്ട്. നമ്മള് കുറച്ച് അഡ്വാൻസ് ആയിക്കണം. ലോറികളൊക്കെ റൈറ്റ് സൈഡിലാണ് പോകണം. ശരിക്കും പറഞ്ഞാൽ ലോറികളൊക്കെ ഈ സൈഡിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മള് പൂനെ ടൗണിലോട്ടുള്ള വഴികൾ കയറി അതിന്റെ ബ്ലോക്കിലൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കിടക്കണുണ്ട്. അവിടെ കലക്കം ബ്ലോക്കാണ്. അവിടെ കരിമ്പുണ്ട്. അവിടെ വണ്ടി നോക്കി ഒരു കരിമ്പെടുത്താലോ നോയിക്കോട്ടാ. നോയിക്കോട്ടെ. സീൻ മോനെയൊക്കെ വെച്ചിട്ട് റീലൊക്കെ എടുത്തിട്ടുണ്ടോ. പോളി സാരമാണ്. അവിടെ ഷോർട്സിലൊക്കെ എടുത്ത് നോക്കിയാൽ മതി. പോളി താരം. പിന്നെ അല്ലേ ഫാം ട്രയൽസിലൊക്കെ നോക്കിക്കോ ഇൻസ്റ്റയില്.
സംഭവം കേറുണ്ട്. ഇവിടെ ഒക്കെ റോഡ് പണി നടക്കണ കേട്ടാ. ഈ സൈഡിലൊക്കെ റോഡ് പണി നടക്കണേണ്. ഇവിടെ വണ്ടി നിർത്തിയിട്ടേക്കണ, വണ്ടിയുടെ പുറയിലാണ് എല്ലാരും നിർത്തിയിട്ടേക്കണ. കൊള്ളാം. കൊറേ ആൽമരങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. നമ്മുടെ പൂനെയിലെ മെട്രോ ആട്ടോ ഇത്. എന്ത് രസമാണ്, വലിയത് സ്റ്റേഷനൊക്കെ. ഇവിടെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ സെറ്റപ്പ് തെങ്ങൊക്കെ ഉണ്ട്. ഈ സൈഡൊക്കെ അല്ലേ? ഈ സൈഡിൽ കേരളത്തിന്റെ എന്താ എല്ലാരും ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആണ്. ആ റൈറ്റ് സൈഡിലെ പാലമൊക്കെ നോക്കി ഭയങ്കര ഭംഗിയുണ്ട്. ഇവിടെ എല്ലായിടത്തും ഈ സ്റ്റേജ് കിട്ടിയേക്കോട്ടോ. ഈ നോർത്ത് ഇന്ത്യയിൽ ഫുൾ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഇതുണ്ട് ഗണപതി ഫെസ്റ്റിവൽ. അത് അതുകൊണ്ട് എല്ലായിടത്തും സ്റ്റേജ് കെട്ടി പരിപാടികളാ. ഇവിടുത്തെ മെട്രോ ഉണ്ടോ, വലിയ യമണ്ടം മെട്രോ സ്റ്റേഷൻ ഒക്കെയാണ്. PMC ഇത് ഈ മെട്രോ സ്റ്റേഷന്റെ പേര് PMC. നോക്കി ഓടിക്കുക മാക്സിമം. പയ്യെ ഇങ്ങനെ പോവുക. അവർക്ക് സ്ഥലവും കൊടുത്ത് ഞങ്ങള് പയ്യെ പോവാണ്. എല്ലാവർക്കും ഹെൽമെറ്റ് ഇല്ലെങ്കിലും എല്ലാവർക്കും സ്പെക്സ് ഉണ്ട് കേട്ടോ. അതെ, സ്പെക്സ് ഭയങ്കര മസ്റ്റാണ്. കണ്ണിൽ പൊടിയൊക്കെ പോയിട്ട് ആകെ പ്രശ്നമായിട്ട് വെച്ച് കാണിച്ചു കൊടുത്തേ കണ്ണാടി. കണ്ണാടി വാങ്ങിച്ചത് കണ്ടില്ല. എന്റെ മാറിയ ചുമയൊക്കെ പൊടിയൊക്കെ അടിച്ച് വീണ്ടും വന്നിട്ടല്ലോ ദൈവമേ. AC മുഖത്തേക്ക് വെക്കല്ലേ? AC മുഖത്തേക്ക് വെക്കല്ലേ? ഇവിടെ വന്നപ്പോഴാ ചൂട് കൂടിയത്. 34 ഡിഗ്രി ഉണ്ട്. ഇത്രയും നമുക്ക് ഓടിച്ചിട്ട് ഇപ്പൊ 29 ആയിരുന്നു. എന്റെ കണ്ണാടി നോക്കട്ടെ, നോക്കട്ടെ. കണ്ണാടി പുതിയതാണ്. ഗൈസ്, അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനാണ്. ഇനി നമ്മള് നേരെ നമ്മുടെ ഫൊനിക്സ് മാർക്കറ്റ് സിറ്റി മാളില്, ഫേമസ് മാളാണ് പൂനെയില, അങ്ങോട്ടേക്ക് പോവാണ്. അതിനു മുമ്പ് നമുക്ക് താലി മീൽസ് കഴിക്കണം. പിന്നെ ഇവിടത്തെ എന്തൊക്കെ വെറൈറ്റി സാധനങ്ങൾ, ഫുഡുകൾ ട്രൈ ചെയ്യണം. വേറെ എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ പോവാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്കൊക്കെ പോകണം. അയ്യോ ടാ അവിടെ ഇക്കടാ. ഭയങ്കര കളിയാ, പുറകെ കിടന്ന് അലമ്പോട് അലമ്പ്. എന്റെ അമ്മോ പൈപ്പ്. അപ്പൊ ഗൈസിനോട് പറ, വീഡിയോ ലൈക്ക് ചെയ്യണമെന്നൊക്കെ പറ. അപ്പൊ ഗൈസ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി കിട്ടുന്ന വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.